കോഴിക്കോട് മാവൂർ ബസ് സ്റ്റാൻഡിൽ ബസ് ജീവനക്കാരുടെ അഴിഞ്ഞാട്ടം. ബസ്സിൽ യാത്രക്കാരുള്ളപ്പോഴാണ് ബസ്സുകൾ പരസ്പരം ഇടിപ്പിച്ചത്. 2 പേർക്കെതിരെ മാവൂർ പോലീസ് കേസെടുത്തു. ഷിത ജഗത്ത് വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. ഷിത, ഈ ബസ്സുകളുടെ മത്സരയോട്ടം തന്നെ ആളുകൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ബസ് സ്റ്റാൻഡിൽ ഇത് എന്താണ് സംഭവിച്ചത്? അമൃത, ഇന്നലെ വൈകിട്ടാണ് മാവൂർ ബസ് സ്റ്റാൻഡിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. ആദ്യം എത്തിയത് മലബാർ എന്ന പേരുള്ള ഒരു ബസ്സാണ്. ആ ബസ് എത്തിയതിന് തൊട്ട് പിന്നാലെയാണ് മൊഹബത്ത് എന്ന പേരുള്ള ബസ് മാവൂർ സ്റ്റാൻഡിലേക്ക് എത്തുന്നു. തൊട്ടുടനെ ഈ ബസ് ഈ മലബാർ ബസ്സിന് ബ്ലോക്ക് ഇട്ട് അതിന് തടയിട്ടുകൊണ്ട് നിർത്തുകയായിരുന്നു. അതേ തുടർന്ന് ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാവുകയും തുടർന്ന് മലബാർ ബസ്സിലെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാനാകും, ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു. മലബാർ ബസ് ഈ മുഹബത്ത് ബസ്സിനെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്, പരസ്പരം ബസ്സുകൾ ഇടിപ്പിക്കുകയാണ്. അതായത് അത്രയേറെ ഭീതിതമായൊരു സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ സൈഡിൽ ഉൾപ്പെടെ ആ ബസ് ഇടിക്കുന്ന ഭാഗത്തും യാത്രക്കാർ ഇരിക്കുന്നുണ്ടാകാം ഒരു പക്ഷേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ബസ്സുകൾ പരസ്പരം ഇടിപ്പിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ മറ്റേ ബസ് എടുത്തു പോവുകയാണ്. പുറത്തേക്ക് എടുത്തു പോകുമ്പോൾ ഈ ബസ്സും സ്റ്റാൻഡിലേക്ക് പുറത്തേക്ക് പോവുകയും തുടർന്ന് പുറത്തേക്ക് വരുന്ന ബസ്സിന് മുന്നിൽ ബ്ലോക്ക് ഇടുകയും അവിടെ വെച്ചും ബസ്സുകൾ തമ്മിൽ പരസ്പരം ഇടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് അപകടത്തിലേക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ 2 ബസ് ജീവനക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മാവൂർ പോലീസ് 2 ബസ്സിലെയും ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഫാസിൽ മുഹമ്മദ് ഷഹദ് എന്ന് പറയുന്ന 2 ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ്, ബസ് ഡ്രൈവർമാർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അശ്രദ്ധമായി വാഹനം ഓടിക്കൽ, പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ഈ കേസെടുത്തിട്ടുള്ളത്. അമൃത, ശരി. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.